മഹാരാഷ്ട്ര സ്പീക്കർ രാഹുൽ നർവേക്കർക്ക് എതിരായ പരാതി ഇന്ന് സുപ്രീം കോടതിയിൽ ഉന്നയിക്കാൻ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം. സ്പീക്കറുടെ നിഷ്പക്ഷതയാകും ചോദ്യം ചെയ്യപ്പെടുക. ആർ രാധാകൃഷ്ണൻ ചേരുന്നു മറ്റു വിവരങ്ങളുമായി. രാധാകൃഷ്ണൻ പറയൂ. ഈ കഴിഞ്ഞ ദിവസം ഈ ഉദ്ധവ് താക്കറെ പക്ഷം നൽകിയ പരാതികളും ഒപ്പം ഈ ഷിൻഡെ വിഭാഗം നൽകിയ പരാതികളും അത് പരിഗണിച്ച് ഉത്തരവ് പറയാനിരിക്കെ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ സ്പീക്കറെ സന്ദർശിച്ചതാണ് ഇപ്പോഴത്തെ വിവാദത്തിന് കാരണം. ഇത് ചൂണ്ടിക്കാട്ടി ഉദ്ധവ് താക്കറെ പക്ഷം സുപ്രീം കോടതിയിൽ ഒരു ഹർജി ഇന്നലെ നൽകിയിട്ടുണ്ട്. ഈ ഹർജി ഇന്ന് മെൻഷൻ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സ്പീക്കറുടെ നിഷ്പക്ഷതയാണ് ചോദ്യം ചെയ്യാനായിട്ട് പോകുന്നത്. ഇക്കാര്യത്തിൽ ഏതെങ്കിലും ഒരു ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ അത് നിർണായകമാകും. ഇന്ന് 4 മണിക്കാണ് ഈ 36 പരാതികൾ 56 MLA-മാർക്ക് എതിരെയുള്ള 36 പരാതികൾ, അയോഗ്യതാ പരാതികൾ, അതിൽ സ്പീക്കർ വിധി പറയാനായിട്ട് പോകുന്നത്. നേരത്തെ ഈ പരാതികളിൽ സ്പീക്കർ സമയബന്ധിതമായിട്ട് തീരുമാനമെടുക്കാത്തതിനെതിരെ സുപ്രീം കോടതി രൂക്ഷമായിട്ടുള്ള വിമർശനം നടത്തിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ രാഹുൽ നർവേക്കർ ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവ് പറയാനായിട്ട് പോകുന്നത്. ഇന്ന് 4 മണിക്ക് അദ്ദേഹം ഉത്തരവ് പറയും എന്നുള്ളതാണ്. അതിനിടെയാണ് ഇത്തരത്തിലുള്ള നാടകീയമായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നത്. മഹാരാഷ്ട്രയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ശിവസേനയുടെ 2 വിഭാഗങ്ങളെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ടതാണ്. മഹാരാഷ്ട്രയിൽ മഹാവികാസ് സർക്കാരി നേതൃത്വത്തിന് ഉള്ള സർക്കാരിന് അതിൻ്റെ ഭരണം അവസാനിപ്പിച്ച നടപടികൾക്ക് കാരണമായിരുന്നു MLA-മാരുടെ മറ്റ് മുന്നണിയിലേക്കുള്ള മാറ്റം. ഇത് ചൂണ്ടിക്കാട്ടിയാണ് അവരെ അയോഗ്യരാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് താക്കറെ വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നത്. നേരത്തെ താക്കറെ വിഭാഗത്തിന് ഈ ഔദ്യോഗിക കൊടിയും ചിഹ്നവും ഒക്കെ നൽകാനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൈമനസ്യം കാട്ടിയിരുന്നു. അത് ഷിൻഡെ വിഭാഗത്തിനാണ് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിന് തുടർച്ചയായിട്ട് നടക്കുന്ന നിയമ പോരാട്ടങ്ങളുടെ ഭാഗമായിട്ട് ഇനി സ്പീക്കർ പറയുന്ന വിധി എന്തായാലും 2 വിഭാഗവും ഇപ്പോഴേ കോടതിയിൽ പോകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.